നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇസ്രായേലും അമേരിക്കയും നടത്തിയ മിസൈൽ ആക്രമണങ്ങൾക്ക് പിന്നാലെ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയായ IAEAയുമായി ഇനി സഹകരിക്കില്ലെന്ന് ഇറാൻ പ്രഖ്യാപിച്ചു. രാഷ്ട്രപതി മസൂദ് പെസഷ്കിയാനാണ് ഈ സമരം കൂടിയ നിലപാട് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. പ്രധാന വിവരം: ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങളിലെത്തിയ അമേരിക്കൻ ആക്രമണങ്ങൾക്കൊടുവിൽ രാജ്യത്തെ പ്രധാന ആണവ സ്ഥാപനങ്ങളിൽ വലിയ നാശനഷ്ടം സംഭവിച്ചതായാണ് റിപ്പോർട്ട്. ഇറാൻ പാർലമെന്റ് നേരത്തെ IAEAയുമായുള്ള സഹകരണം താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള നിയമം പാസാക്കിയിരുന്നു. ഇപ്പോഴാണ് പ്രസിഡന്റ് ആ തീരുമാനം നടപ്പിലാക്കിയിരിക്കുന്നത്. അമേരിക്കയും ഇസ്രായേലും നടത്തിയ ആക്രമണങ്ങളിൽ അന്താരാഷ്ട്ര ആണവ ഏജൻസി എതിർഭാഗത്ത് നിന്ന് ശക്തമായ പ്രതികരണം നടത്തിയില്ലെന്ന് ഇറാൻ ആരോപിക്കുന്നു. IAEA മേധാവിയായ റാഫേൽ ഗ്രോസി തകർച്ചയേറ്റ ആണവ കേന്ദ്രങ്ങൾ സന്ദർശിക്കാൻ ശ്രമിച്ചെങ്കിലും ഇറാൻ അതിനെ തള്ളി. വിദേശകാര്യമന്ത്രിയുടെ പ്രതികരണം: ഫോർഡോ ആണവ നിലയം ഉൾപ്പെടെ നിരവധി കേന്ദ്രങ്ങളിൽ അമേരിക്കൻ ആക്രമണങ്ങൾ വംശനാശം വരുത്തിയിട്ടുണ്ട്. കണക്കെടുപ്പ് പുരോഗമിക്കുകയാണ്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേലുമായുള്ള വെടിനിർത്തൽ ചർച്ചകളും ആണവ നിലപാടുകളിൽ ഇറാന്റെ കടുത്ത നിലപാടുകളും മധ്യപൂർവ്വ ഏഷ്യയിൽ വലിയ അസ്ഥിരതയ്ക്ക് കാരണമാകുന്നു. ആണവ നടപടികളിൽ IAEAയുടെ മേൽനോട്ടം അവസാനിപ്പിക്കുന്നത് ആഗോള രാഷ്ട്രീയ നിലപാടുകളിൽ വലിയ മാറ്റം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ